കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello and welcome to IGNO Focus 4.0 Previous Year Question Paper Ultimate Analysis. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനില് നമ്മുടെ ഇഗ്നോയുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങളെ ജൂൺ 2025 എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെഷനാണ്. അതിൽ MSc ഫിസിക്സിന്റെ MPH 001 മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ MPH 001 മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു 4 ക്രെഡിറ്റ് പേപ്പർ ആണ്, ആസ് യു ഓൾ നോ. അപ്പോ ഈ ജൂൺ എക്സാമിൽ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ടെർമിനൽ ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഒഫീഷ്യൽ സിലബസിന്റെ ഹെൽപ്പോട് കൂടെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇതിൽ ഹൈ ഈൽഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ ഫ്രീക്വന്റ്ലി റിക്കറിംഗ് ആയിട്ടുള്ള പാറ്റേൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു സെഷനാണ് ഇപ്പൊ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് സിലബസ് മാപ്പിംഗ് ഉണ്ടാവും. സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് വൈസ് നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ സിലബസിനെ ഓരോ യൂണിറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് എത്രത്തോളം ഓരോ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം, എത്ര തവണ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സിലബസ് മാപ്പിംഗ് വഴി നമ്മൾ ചെയ്യുന്നത്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റില് ഓരോ സെക്ഷനിൽ എത്ര മാർക്ക് വെച്ചിട്ടാണ് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് സെക്ഷൻ വൈസ് മാർക്ക് അലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഇതില് എത്ര ഷോർട്ട് ആൻസർ, എത്ര ലോങ് ആൻസർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം പാറ്റേൺ അനാലിസിസിലാണ്. റിക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ എന്ന് പറഞ്ഞാൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ഏരിയ, ഏത് പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏത് കൺസെപ്റ്റ് ആണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്നുള്ളതിൽ കൂടെ നമ്മൾ നോക്കുന്നത്. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്, അതായത് നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ വരാൻ, അതായത് നമ്മുടെ ഈ ട്രെൻഡ്സ് എല്ലാം നോക്കിയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും ലൈക്ലി വരാനുള്ള ചാൻസസ് എന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഒരു പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. ഈ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ എക്സാം പാറ്റേണിനെ അഡയർ ചെയ്തുകൊണ്ട് തന്നെ ഒരു മോക്ക് എക്സാം പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അതിൽ പ്രോബബിൾ ക്വസ്റ്റ്യൻസ്, മാർക്കിംഗ് സ്കീം എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ്, ഇതെല്ലാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഇതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഓരോ ടോപ്പിക്കിന്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് നമ്മുടെ സിലബസിൽ വന്ന ചേഞ്ചസും ജനറേറ്റീവ് ആയിട്ടുള്ള പ്രിഡിക്ഷൻസ് ഒക്കെ പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഹോൾ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലേണേഴ്സിന് കുറച്ചും കൂടെ ഏതൊക്കെ പോയിന്റ് ആണ് നിങ്ങൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ബിക്കോസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഹോൾ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതിലും ചില ഇമ്പോർട്ടന്റ് പോർഷൻസ് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഇതിലൂടെ ഉണ്ട്. സോ നമുക്ക് ആദ്യം സിലബസ് മാപ്പിംഗിലേക്ക് കിടക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. അപ്പൊ നമ്മൾ ബ്ലോക്ക് 1 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1 ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട്, ബ്ലോക്ക് 1 തന്നെയല്ല, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടിരിക്കുന്നത് ലെജൻഡർ പോളിനോമിയൽ ആണ്. ലെജൻഡർ പോളിനോമിയലിലെ റെക്കറൻസ് ഇക്വേഷനും റോഡ്രിഗസ് ഫോർമുലയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 വരുന്നതാണ്. ബാക്കിയെല്ലാം മീഡിയം റെലവൻസ് ആണ്.
മീഡിയം റിലവൻസ് എന്ന് പറയുമ്പോൾ ഒരു 8 പ്രാവശ്യം 7 പ്രാവശ്യം 6 പ്രാവശ്യം ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ്. അതായത് ബ്ലോക്ക് 1 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെസൽ ഫംഗ്ഷന്റെ റെക്കറൻസ് റിലേഷനും ജനറേറ്റിംഗ് ഫംഗ്ഷനും ഒരു ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് റെക്കറൻസ് റിലേഷൻ അല്ലെങ്കിൽ അതിന്റെ ജനറേറ്റീവ് ഫംഗ്ഷൻ. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 1 ഹെർമൈറ്റ് ലാഗർ എന്ന് പറയുന്ന സ്പെഷ്യൽ പോളിനോമിയൽസിന്റെ ഇക്വേഷൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്ലോക്ക് 2 കടക്കുമ്പോഴത്തേക്കും വെക്ടർ സ്പേസസിനെ പറ്റിയിട്ടാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ആ വെക്ടർ സ്പേസസിന്റെ ബേസിസ്, ഓർത്തോ നോർമാലിറ്റി, ഓർത്തോഗണാലിറ്റി, യൂണിറ്ററി മെട്രിസസ്, ഏഗൻ വാല്യൂസ്, ഡയഗണലൈസേഷൻ, ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെയാണ് അതിൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ലെജൻഡർ പോളിനോമിയലിന്റെ റെക്കറൻസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇക്വേഷൻസും അതുപോലെ തന്നെ റോട്ടറിയസ് ഫോർമുല സോൾവ് ചെയ്യുന്നതും ഒരു കാരണവശാലും വിട്ടുപോകാതെ പഠിക്കേണ്ടതാണ്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ വീണ്ടും ബ്ലോക്ക് 2 തന്നെ ടെൻസേഴ്സ്, റാങ്ക്, മെട്രിസസ് അതൊക്കെയാണ് കൂടുതൽ പിന്നെ ആ ഒരു ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും ഹൈ ആയിട്ട് വന്നിരിക്കുന്നത് ഇതാണ്, നമ്മുടെ കോണ്ടോർ ഇന്റർവെൽസും കോഷ്യസ് ഫോർമുലയാണ്. അത് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് 10 പ്രാവശ്യമൊക്കെ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 11 വരുന്നതാണ്. പിന്നെ അനാലിസിറ്റി, കോഷി റെയ്മൻ ഇക്വേഷൻസ് അതൊക്കെ നമ്മൾ നോർമൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വളരെ കുറവായിട്ട് കാണുന്നത് നമ്മുടെ എന്താ പറയാ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ അപ്ലിക്കേഷൻസ്, സെറ്റ് മാപ്പിംഗ്, ഈക്വലൻസ്, പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആൻഡ് ലീ ഗ്രൂപ്പ്സ്, മെട്രിക്സ്, റെപ്രസെന്റേഷൻ ഓഫ് ഗ്രൂപ്പ്സ്, ഇതൊക്കെ വളരെ റെയർ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. റെയർ എന്ന് പറയാൻ പറ്റില്ല, വളരെ ലോ ആണ് അതിന്റെ ഒക്കറൻസ് വരുന്നത്. മീഡിയം ടു ഹൈ ആണ് കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ മീഡിയം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അബീലിയൻ ഗ്രൂപ്പ്, S3 ഗ്രൂപ്പ്സ്, പെർമ്യൂട്ടേഷൻ ടേബിള്, അതുപോലെ തന്നെ റെസിഡ്യൂ തിയറം, അപ്ലിക്കേഷൻസ്, ഇതെല്ലാം നല്ലപോലെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോക്കണം. അപ്പം ഈ സ്കോറിംഗ് റൂൾസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 10 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതിനകത്ത് ഹൈ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ ലെജൻഡർ പോളിനോമിയലിന്റെ റെക്കറൻസ് ഇക്വേഷനും അതുപോലെ തന്നെ റോട്ടറിയസ് ഫോർമുലയും അതുപോലെ തന്നെ കോണ്ടോർ ഇന്റഗ്രൽസും കോഷ്യസ് ഫോർമുലയൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. അതായത് ബ്ലോക്ക് 1 ബ്ലോക്ക് 3 ഈ ടോപ്പിക്സ് നല്ല ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ 5 to 9 ടൈംസ് അപ്പിയർ ചെയ്യുന്നത് അത് മീഡിയം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതിനകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസിഡ്യൂ തിയറത്തിന്റെ അപ്ലിക്കേഷൻസ് മീഡിയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ അപ്പിയർ ചെയ്യുന്നത് ഇതാണ്. പിന്നെ അതിനുശേഷമാണ് ടെൻസേഴ്സ്, റാങ്ക്, മെട്രിസസ്, പിന്നെ അതുപോലെ തന്നെ ഫുറിയർ തിയറം, അതിന്റെ ഡെഫിനിഷൻസും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പ്സ്, നമ്മുടെ അബീലിയൻ ഗ്രൂപ്പ്, S3 ഗ്രൂപ്പ്സ്, അങ്ങനത്തെ ഗ്രൂപ്പ്സ്, പെർമ്യൂട്ടേഷൻ ടേബിൾ, അതൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ വളരെ ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2 ടൈംസ് അതുപോലെ തന്നെ 4 ടൈംസ് ഒക്കെ. അപ്പോ അത് അപ്പിയർ ചെയ്ത് കണ്ടിരിക്കുന്നത് നമ്മുടെ യൂണിറ്റ് 5 കുറച്ച് ടോപ്പിക്സ് ആണ് പിന്നെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ, ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്കിൽ എത്ര ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്കും ബ്ലോക്ക് 1 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്ക് ആണ് 32 ക്വസ്റ്റ്യൻസ്. അതായത് ടോട്ടൽ നമ്മുടെ 2019 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസിന്റെ നമ്പർ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്ലോക്ക് 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലോക്ക് 1 ഒരിക്കലും മിസ് ചെയ്യാതെ പഠിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 നമ്മുടെ കോംപ്ലക്സ് അനാലിസിസ് വരുന്ന ബ്ലോക്ക് 3 അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെക്ടർ സ്പേസസ് അല്ലെങ്കിൽ മെട്രിസസ്, ടെൻസേഴ്സ് ഇതെല്ലാം വരുന്നത്. പിന്നെ നമ്മുടെ ഫൊറിയർ, അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് തിയറി, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു റെലവൻസ് നോക്കിയിട്ട്, അപ്പൊ ഈ ഒരു റെലവൻസിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് 1 ബ്ലോക്ക് 3 ബ്ലോക്ക് 2 നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതെ പഠിക്കേണ്ട 3 ബ്ലോക്കുകളാണ്. നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇതിൽ കാണുന്നത്. ഈ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതല്ലാതെ നമ്മുടെ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി, ഓരോ ബ്ലോക്കിന്റെ ഫ്രീക്വൻസി, ഇതിൽ ഡാർക്കർ പോർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതാണ് ഹയർ ഫ്രീക്വൻസി ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ് ഏറ്റവും കൂടുതൽ തവണ അപ്പിയർ ചെയ്തിരിക്കുന്നത്. മോർ ഫ്രീക്വൻസി ഉള്ളത് 10 ആണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 5 ആണ് പിന്നെയും കമ്പാരിറ്റീവ്ലി ഉള്ളത്. ബാക്കി യൂണിറ്റ് 1 യൂണിറ്റ് 2 ഫ്രീക്വൻസി കുറവാണ്. ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ്.
പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് നമ്മുടെ ബ്ലോക്ക് 3 യൂണിറ്റ് 11 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലെജൻഡർ പോളിനോമിയലും അതുപോലെ തന്നെ കോഷീസ് ഇന്റഗ്രലും ഒക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് വരുന്നതാണ് ഈ ഒരു ടേബിൾ. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാവുന്നതാണ്. അപ്പോ ഇതിൽ ഡാർക്കർ ഷെയ്ഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹയർ ഫ്രീക്വൻസി അനാലിസിസ് ആണ്. പിന്നെ അതിൽ ലെസ് ഫ്രീക്വന്റ് ആയിട്ടുള്ളത് ലെസർ കളറിൽ ലൈറ്റർ കളറിലും, പിന്നെ അതുപോലെ തന്നെ ഒട്ടും അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട ബട്ട് സ്റ്റിൽ ഇറ്റ് അപ്പിയേർഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ലോ ഫ്രീക്വൻസി എന്നൊക്കെ പറയില്ല, അത് കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി അടുത്തത് ടോപ്പ് 3 ഹൈൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെജൻഡർ പോളിനോമിയൽ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ലെജൻഡർ പോളിനോമിയലില് ഫ്രീക്വന്റ്ലി എക്സാമിൻഡ് ആണ്. അതിലെ ഡെറിവേഷൻസ്, റെക്കറൻസ് ഇക്വേഷൻ, അപ്ലിക്കേഷൻ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് കോഷീസ് ഇന്റഗ്രൽ തിയറം ആണ്, അല്ലെങ്കിൽ കോഷീസ് ഇന്റഗ്രൽ തിയറി. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 11 വരുന്നതാണ്. അതിലും ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും അതിനകത്തുനിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഈഗൻ വാല്യൂ ആൻഡ് ഐഗനലൈസേഷൻ. ഈഗൻ വാല്യൂ ആൻഡ് ഐഗനലൈസേഷനും ഇപ്പോ ഓൾജിബ്ര പഠിക്കുന്ന ഒരാളുടെ ഏറ്റവും കോർ ആയിട്ട് വരുന്നതാണ് അതായത് മിനിമം നിങ്ങൾക്ക് ഒരു മെട്രിക്സിന്റെ ഈഗൻ വാല്യൂ അത് ഡയഗണലൈസ് ചെയ്യാനും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. നിയർലി എവറി ടെർമിനൽ ആൻഡ് എക്സാമിനേഷൻസ് ഫീച്ചേഴ്സ് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ. ഇതിന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടില്ല ഈ ഇത്രയും സമയം എന്നുള്ളത്. അപ്പൊ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. ഈ 3 ടോപ്പിക് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന 3 ഏരിയാസ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാം പാറ്റേണിൽ എങ്ങനെയാണ് വരുന്നത്? എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ ലോങ് എസ്സേ ഓർ ഡെറിവേഷൻ, നമുക്ക് കൂടുതൽ ഡെറിവേഷൻസ് ആണ് വരുന്നത്. എസ്സേ പോലെ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. ആ ലോങ് എസ്സേ ഡെറിവേഷനിൽ ടിപ്പിക്കലി 7 to 10 മാർക്സിന്റെയാണ്. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫുൾ പേജ് സൊല്യൂഷൻ ആണ് അവര് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടെ ഇലാബറേറ്റീവ് ആയിട്ട് വേണം ആ ആൻസേഴ്സ് എഴുതാനായിട്ട്. ഇൻട്രൊഡക്ഷൻ പാർട്ട്, കണ്ടന്റ് പാർട്ട്, കൺക്ലൂഷൻ പാർട്ട് നിർബന്ധമായിട്ടുള്ളതാണ്. നമ്മൾ വെറുതെ ഒരു ഇപ്പം എന്തെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോ മാത്തമാറ്റിക്കലിലായിക്കോട്ടെ, നമ്മളൊരു ഇക്വേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വേർ ഇറ്റ് ഹാസ് കം ഫ്രം എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ പറയണം. അതുപോലെ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ എന്ന് എഴുതണ്ട, ബട്ട് ദ എക്സാമിനർ ഷുഡ് സി ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത്. ഓക്കെ, അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനകത്ത് പറയണം. പിന്നെ ഷോർട്ട് ഡെറിവേഷൻ, പ്രൂഫ്, കുഞ്ഞു കുഞ്ഞു പ്രൂഫ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ ടിപ്പിക്കലി 3 to 5 മാർക്സ് ആണുള്ളത്. അതൊരു ഹാഫ് പേജ് സൊല്യൂഷൻ അല്ലെങ്കിൽ 120. നമുക്ക് വേർഡ് ലിമിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എത്രത്തോളം ആ പ്രോബ്ലം ചെയ്തു എന്നുള്ളത്. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട് 5 to 7 മാർക്ക്. അത് കാൽക്കുലേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ലപോലെ പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇരുന്ന് കാൽക്കുലേഷൻസ് ചെയ്യണം. എസ്പെഷ്യലി വെൻ കമ്മിങ് ഇൻ ടു ദ മെട്രിക്സ് കാൽക്കുലേഷൻ, ഈഗൻ വാല്യൂസ്, ഡയഗണലൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു തെറ്റ് പോലും നമുക്ക് ഹോൾ മെട്രിക്സിനെ മാറ്റി എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ
നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് അങ്ങനെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 1-2 സെന്റൻസസ് തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം. അതിന് കൺസൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ഒരുപാട് വാസ്റ്റ് ആയിട്ട് എടുത്തരുത്, കൺസൈസ് ആയിട്ട് നമ്മൾ കാര്യം മാത്രം പറയാം. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. MCQs പ്രാക്ടിക്കലി നമ്മളുടെ ഇതിന് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അതുണ്ടായി കണ്ടിട്ടില്ല. ഓക്കെ, ലോങ് എസ്സേ ഓർ ഡെറിവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് യു ഹാവ് ടു പ്രൂവ് എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളതിനെ അനലൈസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എന്നുള്ളതാണ് ഒരു ലോങ് എസ്സേ അല്ലെങ്കിൽ ഡെറിവേഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനൊരു ലോജിക്കൽ സ്ട്രക്ചർ വേണം, സ്റ്റെപ്പ് വേണം, ക്ലിയർ ആയിട്ടുള്ള കൺക്ലൂഷൻ വേണം. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യുവർ ലാസ്റ്റ് ലൈൻ ഷുഡ് ബി ഇറ്റ് ഇസ് കൺക്ലൂഡഡ് ദാറ്റ് അല്ലെങ്കിൽ ഹെൻസ് എന്ന് പറഞ്ഞിട്ട് അത് പ്രൂവ് ചെയ്തു എന്നുള്ളത് എഴുതണം. ഇറ്റ് ഇസ് ഓൾറെഡി പ്രൂവ്ഡ്, നിങ്ങൾ അത് എഴുതുന്നതോട് കൂടെ തന്നെ പ്രൂവ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ജസ്റ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ്, അതായത് നിങ്ങൾ അത് എഴുതണം. അതായത് ഹെൻസ് ഇറ്റ് ഇസ് പ്രൂവ്ഡ് അല്ലെങ്കിൽ ഹെൻസ് ദ കൺക്ലൂഷൻ ഇസ് മെയ്ഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു സെന്റൻസ് വഴി നിങ്ങൾ ഒന്നും കൂടെ ഫൈനൽ ആൻസർ എടുത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ അപ്പീലിംഗ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ എക്സ്റ്റേണൽസിന് അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസിലി നമുക്കത് പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഷോർട്ട് ഡെറിവേഷൻസും പ്രൂഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 മാർക്സ് 5 മാർക്സ് ആണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്. വളരെ പ്രിസൈസ് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടെ പറയണം. അതിൽ തന്നെയും നമ്മൾ ചില ഇക്വേഷൻസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ പണ്ടത്തെ ഏതെങ്കിലും ഇതിന്ന് നമ്മൾ പഠിച്ചത് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. സോ മെൻഷൻ ദാറ്റ് ഇറ്റ് ഇസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ കൺക്ലൂഷൻ ഐ ഹാവ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. റാൻഡമായിട്ട് നമ്മൾ കുറെ എന്താ പറയുക ഡെറിവേഷൻസ് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കൺഫ്യൂസിങ്. നിങ്ങൾക്ക് അത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നുള്ളതിനേക്കാളും ഓരോ ടോപ്പിക്സ് ഇപ്പം സാധാരണ വെറുതെ നമ്മൾ 2-3 എന്താ പറയാ ഇക്വേഷൻസ് എഴുതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പോയിന്റ് ഇറ്റ് ഔട്ട്, ഷാർപ്പായിട്ട് അത് പോയിന്റ് ഇറ്റ് ഔട്ട് ചെയ്യുക. ഇത് ഇന്ന ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന ഒരു തിയറത്തിൽ നിന്ന് ഞാൻ ഡിറൈവ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ കൺക്ലൂഷൻ. ജസ്റ്റ് മേക്ക് ഇറ്റ് വെരി ക്ലിയർ സോ ദാറ്റ് അത് വായിക്കുന്നവർക്കും അത് ചെക്ക് ചെയ്യുന്നവർക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ആസെൻഷ്യൽ കാൽക്കുലേഷൻസും കാര്യങ്ങളും അവിടെ തന്നെ കാണിക്കാനായിട്ട് നോക്കുക. സൈഡിൽ മാർജിൻ എന്തെങ്കിലും വരച്ചിട്ട് കാൽക്കുലേഷൻസും അവിടെ തന്നെ കാണിച്ചാൽ അത് കുറച്ചും കൂടെ അപ്പീലിംഗ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസിന് ഇപ്പൊ നമ്മൾ ഏഗൻ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇന്റഗ്രൽ കണ്ടുപിടിക്കുമ്പോഴായിക്കോട്ടെ, ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോഴായിക്കോട്ടെ എല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. വളരെ സ്ലോ ആയിട്ട് എല്ലാ മെത്തേഡ്സും അവിടെ ഷോ ചെയ്യാനായിട്ട് നോക്കുക. സപ്പോർട്ടിങ് ജസ്റ്റിഫിക്കേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. ചില ഇന്റഗ്രൽസിന് ഡയറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. സോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഇസ് ഫ്രം ദി ഡയറക്റ്റ് ഇന്റഗ്രൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക. അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ്, നമ്മുടെ വാട്ട് ഇസ് അബീലിയൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ലഗ്രാൻജിയനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഹാമിൽട്ടോണിയനെ പറ്റിയിട്ട് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് മേക്ക് ഇറ്റ് ഇൻ എ ലാർജ് പാരഗ്രാഫ്. പ്രിസൈസ് ആക്കി ഒരു 3 to 4 ലൈൻസിൽ നമ്മുടെ കോർ ടോപ്പിക്സിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അത് കുറച്ചും കൂടെ അപ്പീലിംഗ് ആണ്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ബ്ലോക്ക് വൈസ് ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്ലോക്ക് 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് പേപ്പർ പെർ മാർക്ക് അപ്പൊ ലാസ്റ്റ് 5 സെഷൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22 മാർക്സ് ആണ്. അപ്പൊ അതായത് 22% ആണ്. പക്ഷെ നോക്കുമ്പോൾ കോംപ്ലക്സ് അനാലിസിസിൽ നിന്നാണ് ടോട്ടൽ ഷെയർ എന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണുന്നത്. അത് 23 മാർക്സ് ആണ് പെർ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് തിയറിയിലും നമ്മുടെ വെക്ടർ സ്പേസസിലും ഏറെക്കുറെ സെയിം പെർസെന്റേജ് ആണ്. അതിലും കുറവാണ് നമ്മുടെ ഫൊറിയർ അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ഒരു എന്താ പറയാ ഇയർ വൈസ് ഉള്ള വെയിറ്റേജ് ഫോർമാറ്റ് ആണ്. എത്ര ക്വസ്റ്റ്യൻസ് പെർ ഇയർ ചോദിച്ചിട്ടുണ്ട്, അതിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഓൾമോസ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ December 2024 ലാസ്റ്റ് നടന്ന എക്സാമില് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്നത് നമ്മുടെ ഷോർട്ട് ഡെറിവേഷൻസിന്റെ പോർഷനിൽ നിന്നാണ് കൂടുതൽ ടോപ്പ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന അതിൽ നിന്നാണ്. പിന്നെ ലോങ് എസ്സേ നോക്കുമ്പോഴത്തേക്ക് അതിനൊരു ഡിക്ലൈനിങ് ട്രെൻഡ് ആണുള്ളത്. ബാക്കി ന്യൂമറിക്കൽ പ്രോബ്ലത്തിനും കൺസെപ്ഷ്യൽ ഷോർട്ട് നോട്ട്സിനൊക്കെ ഓൾമോസ്റ്റ് സെയിം പ്രയോറിറ്റി ആണ് വരുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ June 2020 അപ്പൊ ഫസ്റ്റ് എക്സാം ആ സമയത്ത് നടക്കുമ്പോഴത്തേനും ആ ഒരു ട്രെൻഡ് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഹൈ ആയിട്ടുള്ളത് ലോങ് ആൻസർ, പിന്നെ നമ്മുടെ ന്യൂമറിക്കൽ സൊല്യൂഷൻസ്, പിന്നെ നമ്മുടെ ഷോർട്ട് ആൻസർ,
പിന്നെയാണ് നമ്മുടെ കൺസെപ്ഷ്യൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ വരുന്നത്. അപ്പൊ ആ ഒരു ഡിക്ലൈനിങ് ട്രെൻഡും കൂടെ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് പറയാണ്. ഷോർട്ട് ഡെറിവേഷൻസ് പ്രൂഫ്സ് അതിനൊരു സ്റ്റഡി ഇൻക്രീസ് ആണ് കാണുന്നത്, ഒരു സ്റ്റഡി ഇൻക്രീസ് ആണ്. അതായത് 31% അപ് ടു 25% ഒക്കെ 5 ഇയേഴ്സ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഇൻക്രീസ് ഉണ്ട്. പക്ഷെ ലോങ് ആൻസർ ഡെറിവേഷനൊക്കെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് ആണ് അത് കാണിക്കുന്നത്. ന്യൂമറിക്കൽ ആൻഡ് കൺസെപ്ഷ്യൽ സൊല്യൂഷൻ ഒരു സ്റ്റെബിലൈസേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കി തന്നെ മനസ്സിലാവും, ഓവർ ഒരു ജൂൺ 2023 മുതൽ ഡിസംബർ 2024 വരെ ഓൾമോസ്റ്റ് ഇതിന് സെയിം ട്രെൻഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇത് വരുമ്പോഴത്തേക്കും ഏറെക്കുറെ സ്റ്റെപ്പ് ഒരു ഇക്വിലിബ്രിയം, നമ്മുടെ ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് 3 കോംപ്ലക്സ് അനാലിസിസിൽ നിന്നാണ് കേട്ടോ കൂടുതൽ നമ്മുടെ ന്യൂമറിക്കൽസ് വന്ന് കണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നോക്കാം. ഇനി ടൈം മാനേജ്മെന്റ്, ഈ പേപ്പറിനെ നിങ്ങൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നുള്ളത്. അതായത് 3 അവർ പേപ്പർ 180 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, ടോട്ടൽ 100 മാർക്സിന്റെ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടൈം അലോക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കൂൾ ഓഫ് ടൈമിൽ നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റുന്ന സെക്ഷൻ ഏതാണെന്നുള്ളത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുക. ആദ്യമേ ഐഡന്റിഫൈ ചെയ്തിട്ട് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് സെക്ഷൻ. ഇപ്പൊ ലോങ് ആൻസർ എസ് ആണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ എസ് സിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഓരോ ഇതിലും അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം ഒരു 45 മിനിറ്റ്സ് ആണ്. ഒരു 45 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് എസ് സി അല്ലെങ്കിൽ ഡെറിവേഷനിൽ ടോട്ടൽ ടൈമിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു 55 to 60 മിനിറ്റ്സ് ഷോർട്ട് ഡെറിവേഷൻ പ്രൂഫ്, അതിനൊക്കെ ഒരു 3 to 4 മാർക്സ് വരുന്നതിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വീണ്ടും 40 to 45 മിനിറ്റ്സ് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവും അത്യാവശ്യം. അപ്പൊ അതിനൊരു 40 to 45 മിനിറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നോക്കിയാൽ ലോങ് എസ്സേക്കും അതുപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് നിങ്ങൾ കുറച്ചും കൂടെ റിലേറ്റീവ്ലി സെയിം ടൈം എടുക്കണം. അതുപോലെ തന്നെ 1 അവറിനുള്ളിൽ 55 to 60 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ഷോർട്ട് ഡെറിവേഷൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 25 to 30 മിനിറ്റ്സ് നമ്മുടെ ഷോർട്ട് നോട്ട്സിന് വേണ്ടിയിട്ട്. ഷോർട്ട് നോട്ട്സ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ടല്ലോ, ബിക്കോസ് യു ഹാവ് ടു കൺസൈസ് ആയിട്ടുള്ള ഒരു പ്രിസൈസ് ആൻസേഴ്സ് എഴുതണമല്ലോ. പിന്നെ ഒരു 10 മിനിറ്റ്സ് നിർബന്ധമായിട്ടും റിവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂമറിക്കലിലായാലും എന്തിലായാലും ചെറിയ ചെറിയ തെറ്റുകൾ അവിടെ ഇവിടെയൊക്കെ വരുത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 10 മിനിറ്റ്സ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ റൈറ്റിംഗ് പേസും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സ്വന്തം റിസ്ക് എടുത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യും. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ റെക്കറൻസ് റിലേഷൻ ഫോർ ലെജൻഡർ പോളിനോമിയൽ. ലെജൻഡർ പോളിനോമിയലിന്റെ റെക്കറൻസ് റിലേഷൻ ആണ് 7 ടൈംസിൽ കൂടുതൽ, അത് 7 ടൈംസ് ഒക്കെ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലെജൻഡർ പോളിനോമിയൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ യൂസിംഗ് ദ മെത്തേഡ്സ് ഓഫ് റെസിഡ്യൂ ഇവാലുവേറ്റ് ദ ഗിവൻ ഇന്റഗ്രൽ ഇൻ കോംപ്ലക്സ് പ്ലെയിൻ. കോംപ്ലക്സ് അനാലിസിസിൽ നിന്ന് വരുന്ന റെസിഡ്യൂ തിയറം അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. അത് 6 ടൈംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡിഫൈൻ ആൻ അബീലിയൻ ഗ്രൂപ്പ് ആൻഡ് പ്രൊവൈഡ് ആൻ എക്സാമ്പിൾ. ദറ്റ് ഈസ് മച്ച് മോർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരു അബീലിയൻ ഗ്രൂപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു എക്സാമ്പിൾ പറയാം. അത് 5 ടൈംസ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് ഒക്കെ റിയൽ സിമെട്രിക് മെട്രിക്സ്, ഒരു മെട്രിക്സ് എന്നിട്ട് അതിന്റെ ഈഗൻ വാല്യൂസ് ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് അതും 5 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒബ്റ്റെയിൻ ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഫോർ ഹെർമൈറ്റ് ആൻഡ് ലാഗർ പോളിനോമിയൽ. ഹെർമൈറ്റ് അല്ലെങ്കിൽ ലാഗർ എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ അതും 5 ടൈംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി എക്സ്പ്ലെയിൻ ആൻഡ് ഡിറൈവ് ദ കോഷി-റീമൻ ഈക്വേഷൻസ് ഇൻ പോളാർ ഫോം. പോളാർ ഫോമില് കോഷി-റീമൻ ഈക്വേഷൻ ഡിറൈവ് ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ അതും 5 ടൈംസ് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ Rodriguez formula. Write the Rodriguez formula for legendary polynomial and calculate P3 of x and P4 of x. P3 of x ഉം P4 of x ഉം ഇതാണ് ഈ ലെജൻഡർ പോളിനോമിയലിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. അത് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഷോ ദാറ്റ് a given transformation matrix is orthogonal and describe its properties. Orthogonality, മെട്രിക്സിന്റെ ഓർത്തോഗണാലിറ്റി, ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെ 4 ടൈംസ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. Construct the multiplication table for permutation group S3. S3 ഗ്രൂപ്പിന്റെ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും കൂടെ കൗണ്ട് ചെയ്യാനായിട്ട് അത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും മച്ച് മോർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് 4 മാർക്സിന്റെ. ഇനി
സോൾവ് ആ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. ഏതെങ്കിലും ഒരു നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മള് പി ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കില്ലേ, സെപ്പറേറ്റിംഗ് വേരിയബിൾസ്, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് 3 times ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീക്വൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കറൻസ് റിലേഷൻ ഓഫ് ലെജൻഡർ പോളിനോമിയൽ ചോദിച്ചിരിക്കുന്നത് 7 times ആണ്. മെത്തഡ് ഓഫ് റെസിഡ്യൂ അതുപോലെ തന്നെ കോംപ്ലക്സ് ഇന്റഗ്രൽ അത് ചോദിച്ചിരിക്കുന്നത് 6 times ആണ്. ബാക്കിയെല്ലാം 5 times ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ആവറേജ് മാർക്ക്, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏതിൽ നിന്നാണ്? കോംപ്ലക്സ് അനാലിസിസിൽ നിന്നാണ്. അപ്പൊ നോക്കുമ്പോൾ കോംപ്ലക്സിന്റെ അപ്പിയറൻസ് കുറവാണെന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ അബീലിയൻ ഗ്രൂപ്പ്, ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സ്, ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ഹെർമൈറ്റ് ആൻഡ് ലാഗർ, അതൊക്കെയാണ് പിന്നെ ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു ഇതിൽ നോക്കുമ്പോഴത്തേക്കും കോഷി റൈമൻ ഇക്വേഷൻ, പോളാർ ഫോമിൽ വരുന്ന കോഷി റൈമൻ ഇക്വേഷൻ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്ക് 3 ആണ് കുറച്ചും കൂടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കൂടുതലായിട്ട് വരുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 12ഉം ബ്ലോക്ക് 3 യൂണിറ്റ് 10ഉം അതാണ് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. പിന്നെ റോഡ്രിഗസ് ഫോർമുല, മെട്രിക്സ് ഓർത്തോഗനാലിറ്റി, പെർമ്യൂട്ടേഷൻസ്, PDE ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇനി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓരോ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. 5 മിനിറ്റ് വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും ഇതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ്, കോൺഫിഡൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏഗൻ വാല്യൂസും ഏഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ അത് കണ്ടുപിടിച്ച് ഒരു പോയിന്റ് എത്തി കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ സ്റ്റക്കായി പോകുന്നത്. വൈ? ബിക്കോസ് നമുക്ക് അതിൽ കൂടുതൽ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ ആ സൊല്യൂഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനും എടുക്കാനും വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, റെക്കറിംഗ് സൊല്യൂഷൻ ആയിക്കോട്ടെ, റോഡ്രിഗസ് ഫോർമുല ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ഫ്ലോയിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. അങ്ങനെ എഴുതി തന്നെ പഠിക്കണം. 1-2 പ്രാവശ്യം കാണാതെ എഴുതി തന്നെ പഠിച്ചാൽ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ഫോക്കസ് ഓൺ ഡെറിവേഷൻ ആൻഡ് പ്രൂഫ്സ്. നമ്മുടെ ഫിസിക്സ് നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ എന്താ പറയാ, തിയററ്റിക്കൽ ആയിട്ട് എഴുതുന്നതിനേക്കാളും ഒരു കാര്യം ഡെറിവേഷനിലൂടെ അല്ലെങ്കിൽ പ്രൂഫിലൂടെ പറയുമ്പോഴത്തേക്കും അത് മച്ച് മോർ ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. യൂസിങ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ നമുക്ക് എപ്പോഴും എക്സ്പ്ലനേഷൻ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. സോ വെനെവർ യു ആർ സ്റ്റഡിങ് സംതിങ്, കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഈ ഡെറിവേഷൻസ് ആൻഡ് പ്രൂഫ് എപ്പോഴും നിങ്ങൾ നല്ലപോലെ ഔട്ട്ലൈൻ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്ത്, അതുപോലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഈ 3 hour പേപ്പറിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേ ബി യു മൈറ്റ് നോട്ട് ബി ഗെറ്റിംഗ് ടൈം. അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു മോക്ക് റൈറ്റിംഗ് ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഇതൊരു വിഷ്വലൈസേഷൻ ആണ്. പ്രൊപ്പോർഷൻ ഓഫ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പൊ ഒരു 12% റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അല്ലാതെ അതർ ക്വസ്റ്റ്യൻസ് 88% അതർ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ബട്ട് വി ക്യാൻ നമ്മൾ ഈ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവറോൾ അനാലിസിസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി നമ്മളായിട്ട് ഇനി പ്രിഡിക്റ്റ് ചെയ്യാണ് ഏതൊക്കെയായിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ടാവാന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെക്കറൻസ് റിലേഷൻ ഓഫ് ലെജൻഡർ പോളിനോമിയൽ കൂടുതൽ തവണ വന്നതുകൊണ്ട് അത് ഇനിയും വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് ചാൻസസ് വെരി ഹൈ.
റെസിഡ്യൂ തിയറം ആൻഡ് ഇന്റഗ്രൽ ഇവാലുവേഷൻ ഓവറോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനും അത്യാവശ്യം നല്ല പ്രോബബിലിറ്റി കാണുന്നുണ്ട്. അപ്പൊ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 3യും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോക്കുമ്പോൾ ഏഗൻ വാല്യൂസ്, ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അബീലിയൻ ഗ്രൂപ്പ്, കോഷി-റീമൻ ഇക്വേഷൻ, റോഡ്രിഗസ് ഫോർമുല, ഓർത്തോഗണാലിറ്റി, പെർമ്യൂട്ടേഷൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് വരുന്നത്. ഇതാണ് പ്രയോറിറ്റി ലിസ്റ്റ് ആയിട്ട് വരുന്നത്. 50 50 50 50 ഇത്രയും വരെ 50 ആണ് അതിന്റെ പ്രയോറിറ്റി വരുന്നത്. പിന്നെ 40 നമ്മുടെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. നമ്മളുടെ ഒരു പ്രെഡിക്ഷൻ ആണത്. അത് ലോ ഇതാണ്. ഓരോന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 7 ഔട്ട് ഓഫ് ലാസ്റ്റ് 10 പേപ്പേഴ്സിൽ ലെജൻഡർ പോളിനോമിയൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. 6 ഔട്ട് ഓഫ് ലാസ്റ്റ് 10 പേപ്പേഴ്സിൽ ഈ റെസിഡ്യൂ തിയറം ഉണ്ട്. 5 ഔട്ട് ഓഫ് ലാസ്റ്റ് 10 പേപ്പേഴ്സിൽ ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടർ കാൽക്കുലേഷൻ വരുന്നുണ്ട്. പിന്നെ 5 ഔട്ട് ഓഫ് ലാസ്റ്റ് 10 പേപ്പേഴ്സിൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ഹെർമൈറ്റും ലാഗറും കേട്ടോ. ഹെർമൈറ്റും ലാഗറും സ്പെഷ്യൽ ഫംഗ്ഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അബീലിയൻ ഗ്രൂപ്പ്, കോഷി-റീമൻ പോളാർ ഫോം, ഇതൊക്കെ 5 പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് റോഡ്രിഗസ് ഫോർമുല, ഓർത്തോഗണാലിറ്റി ഒക്കെ, ഓർത്തോഗണാലിറ്റി S3 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇത്രയും പിന്നെ 4 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സെപ്പറേഷൻ ഓഫ് വേരിയബിൾ 3 ടൈംസ് ഒക്കെ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഇനിയും ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രയോറിറ്റി ചെയ്യുമ്പോൾ, സ്റ്റഡി ലിസ്റ്റിൽ പ്രയോറിറ്റി ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹൈ പ്രയോറിറ്റി ആയിട്ട് നല്ല പോലെ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് ലെജൻഡർ പോളിനോമിയലിന്റെ റെക്കറൻസ് ഇക്വേഷൻ ആണ്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. സ്റ്റെപ്പ് വൈസ് ഡെറിവേഷൻ ചെയ്ത് നല്ലപോലെ കൺസെപ്ച്വലി മാത്രമല്ല ആ സ്റ്റെപ്സ് നല്ലൊരു ഫ്ലോയിൽ കിട്ടാനായിട്ട് നല്ലപോലെ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റെസിഡ്യൂ തിയറം ആൻഡ് ഇന്റഗ്രൽ ഇവാലുവേഷൻ, ഹെർമൈറ്റ് ലാഗർ ജനറേറ്റിംഗ് ഫംഗ്ഷൻ, കോഷി-റീമൻ ഇക്വേഷൻസ് in polar form, eigenvalue, eigenvector for real matrix multiplication, abelian group definition, Rodriguez formula, അതുപോലെ തന്നെ മെട്രിക്സിന്റെ ഓർത്തോഗണാലിറ്റി, ഫ്ലാഷ് കാർഡ്സ് ഓർത്തോഗണാലിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്രയും ലൈക്ലി നമ്മൾ മീഡിയം പ്രയോറിറ്റി ആണ് എന്നുണ്ടെങ്കിലും ഇതും ലൈക്ലി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതും നല്ല രീതിക്ക് നോക്കുക. നമ്മൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇതെങ്കിലും വിട്ടുപോവാതെ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ലോ പ്രയോറിറ്റി വരുന്നത് നമ്മുടെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ആണ്. അപ്പൊ ഇതിലൊരു വിഷ്വൽ എന്താ പറയാ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈ പ്രോബബിലിറ്റി വരുന്നത് എന്താണ്? ഇപ്പോ ലെജൻഡർ പോളിനോമിയൽ തന്നെയാണ്. അതായത് ബ്ലോക്ക് 1 ആണ്, പിന്നെ ബ്ലോക്ക് 3 ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ വരുന്നത്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾ, പിന്നെ ഗ്രൂപ്പ് തിയറി ഒക്കെ വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഒരു എന്താ പറയാ 10 മിനിറ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഈ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് അത്രയും ടഫ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്നല്ല, പക്ഷെ എന്നാൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ ടേബിള്, സ്ട്രിപ്പ്, ഇതെല്ലാം ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഇതെല്ലാ കാര്യങ്ങളും ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ഹൈ, മീഡിയം, ടോപ്പ്, ഹൈ ആയിട്ടുള്ളത് പഠിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. ഹൈ ആയിട്ടുള്ള നമ്മുടെ ലെജൻഡർ പോളിനോമിയലിന്റെ ആയാലും കോഷി-റീമൻ ഇക്വേഷൻ ആയാലും ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. മീഡിയം ടോപ്പിക്സും അത്യാവശ്യം ഒരു കമാൻഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലോ ആയിട്ട് നമ്മൾ പ്രയോറിറ്റി ചെയ്തത് ജസ്റ്റ് എനിക്കറിയാം, ഇഫ് ദാറ്റ് ക്വസ്റ്റ്യൻ കം എനിക്കറിയാം എന്നുള്ള രീതിയിൽ ഉള്ളൊരു അനാലിസിസ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മാക്സിമം മാർക്സ് 50. അതിൽ 2 hours ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സാം 2 hours ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് attempt any 5 questions. Marks are indicated against each question. Symbols have their usual meanings. You may use the calculator. So first one തന്നെ നമ്മുടെ ലെജൻഡർ പോളിനോമിയലിന്റെ റെക്കറൻസ്, ലെജൻഡർ പോളിനോമിയലിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ചോദിച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണത്. Derive the recurrence relation for legendary polynomial Pn of x using generating function. Illustrate the result for n is equal to 2. 7 marksന്റെ ക്വസ്റ്റ്യൻ ആണത്. State and prove orthogonality relation for Hermite polynomial. Show explicity of h0 of x and h1 of x. 3 marks in that. Block 1 special function ലെജൻഡറും ഹെർമൈറ്റും ആണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഇനി evaluate using residue theorem the integral residue theorem യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. Show all steps including identification of poles and കോണ്ടോർ സെലക്ഷനും കൂടെ നമ്മൾ പറയണം. അതിന് 7 marks ആണ്. അതിന്റെ ബി പാർട്ട് വരുന്നത് given transformation w is equal to z minus 1
ബൈ Z+1 എന്ന് പറയുന്നതിൽ യൂണിറ്റ് സർക്കിൾ Z=1 മാപ്പിംഗ് ചെയ്തിട്ട് അതിന്റെ ഇമേജ് കണ്ടുപിടിക്കാനായിട്ടാണ് പറയുന്നത്. ബ്ലോക്ക് 3 കോംപ്ലക്സ് അനാലിസിസിൽ നിന്ന് വന്നിട്ടുള്ള റെസിഡ്യൂ അല്ലെങ്കിൽ കൺഫോമൽ മാപ്പിംഗ് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവൺ എ റിയൽ സിമെട്രിക് മെട്രിക്സ്, ഒരു സിമെട്രിക് മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഏഗൻ വാല്യൂവും നോർമലൈസ്ഡ് ഏഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാനാണ്. അതിന് 5 മാർക്സ് ആണുള്ളത്. ആൻഡ് പ്രൂവ് എനി റിയൽ 2x2 ഓർത്തോഗണൽ മെട്രിക്സ് റെപ്രസെന്റ്സ് a rotation or reflection and give one example for each. ഓരോന്നിനും ഓരോ എക്സാമ്പിൾ കൊടുക്കുക. ഈഗൻ വാല്യൂസ് ആൻഡ് ഓർത്തോഗണാലിറ്റി ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, write the generating function for Laguerre polynomial ln of x and obtain L2 of x using generating function. Generating function അത് 5 മാർക്സിനെയാണ്. പിന്നൊരു അബീലിയൻ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ഗ്രൂപ്പ് G കൺസിസ്റ്റ് ഓഫ് സെറ്റ് EABC with the multiplication table below is G abelian ആണോ ചോദിക്കാണ്. ആൻഡ് വി ഹാവ് ടു ജസ്റ്റിഫൈ ദാറ്റ്. ഓക്കെ, ഇതില് ഡയറക്റ്റ് വാട്ട് ഇസ് അബീലിയൻ ഗ്രൂപ്പ് എന്ന് ചോദിക്കുന്നില്ല. ഒരു ഗ്രൂപ്പ് തന്നിട്ട് അത് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയാണ്. ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ജസ്റ്റിഫൈ ചെയ്യുക. ആ ടൈമിൽ ജസ്റ്റ് ഗീവ് എ എക്സ്പ്ലനേഷൻ അബൌട്ട് വാട്ട് ഇസ് അബീലിയൻ ഗ്രൂപ്പ്. അബീലിയൻ ഗ്രൂപ്പ് എന്താണെന്ന് കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ ദാറ്റ് ഇസ് എ പെർഫെക്റ്റ് ആൻസർ. സോ അത് ലാഗർ പോളിനോമിയൽസ് ബ്ലോക്ക് 1 ലാഗർ പോളിനോമിയൽസ് എന്ന് വന്നതാണ് എ പാർട്ട്. ബി പാർട്ട് നമ്മുടെ ബ്ലോക്ക് 5 ഗ്രൂപ്പ് തിയറിന്ന്. അതായത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ബ്ലോക്ക് 1 എന്നും ബ്ലോക്ക് 5 എന്നും. നേരത്തെ എല്ലാ ക്വസ്റ്റ്യൻസും സെപ്പറേറ്റ്ലി ഓരോ ബ്ലോക്ക് എന്ന് വന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1, സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 3, തേർഡ് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 2 ആണെന്നെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഫിഫ്ത് വൺ എന്ന് പറഞ്ഞാൽ സോൾവ് ദ ഫോളോയിങ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. സെപ്പറേഷൻ ഓഫ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാനായിട്ടാണ് ആദ്യം പറയുന്നത്. അതിന് 7 മാർക്സ് ആണ്. പിന്നെ ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ. ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് f of x ഒരു വാല്യൂ തന്നിട്ടുണ്ട് 1 if x is less than 1, 0 if x is greater than or equal to 1, and sketch the magnitude of റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സ്കെച്ച് ചെയ്യാനും പറയുന്നുണ്ട്. സോ ഇത് ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ദ ഫംഗ്ഷൻ f of x is equal to 1/z² + 1 expand it in ലോറൻസ് സീരീസിന്റെ സീരീസ് എക്സ്പാൻഷൻ ആണ് ചോദിക്കുന്നത്. ലോറൻസ് സീരീസ് ആണ് നമ്മളോട് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഫോർ എ റീജിയൻ z greater than 1. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദ കോഷി റീമൻ ഇക്വേഷൻ ഇൻ പോളാർ കോർഡിനേറ്റ്സ് ഫോർ എ ഫംഗ്ഷൻ f of z and apply them to check the analyticity for f of x is equal to r e raised to I theta at any point except in the origin. ഒറിജിനൽ അല്ലാത്ത പോയിന്റിലെ അനാലിസിറ്റി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബ്ലോക്ക് 3 സീരീസ് എക്സ്പാൻഷനിൽ നിന്നും കോഷി റീമൻ ഇക്വേഷനിൽ നിന്നും മാത്രം എക്സ്ക്ലൂസീവ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ സെവൻത് ക്വസ്റ്റ്യൻ കൺസിഡർ ദ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് f of s 2s + 5 / s² + 4s + 13. Obtain the inverse Laplace transformation and discuss the nature of the original function. Original function നേച്ചറും കൂടെ പറയുന്നത്. അത് ബ്ലോക്ക് 4 ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വന്നിട്ടുള്ളതാണ്. Next, B is using Rodriguez formula derive P4 of x for Legendre polynomials. അതിന് 3 മാർക്സ് ആണ്. നമ്മുടെ സ്പെഷ്യൽ ഫംഗ്ഷൻ ബ്ലോക്ക് 1 സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് വന്നിട്ടുള്ളതാണ്. And the 8th question will be construct the multiplication table for the group of permutations of 1, 2, 3, set 1, 2, 3 and identify all the cycles. അത് നമ്മുടെ സിമെട്രിക് ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ഹെർമൈറ്റ് പോളിനോമിയൽ h3 of x verify its orthogonality with h0 of x using the appropriate weight function and integration limit. അത് പോളിനോമിയൽ നമ്മുടെ ഹെർമൈറ്റ് പോളിനോമിയൽ ബ്ലോക്ക് 1 ഓർത്തോഗണാലിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ലാഗറും നമ്മുടെ ഹെർമൈറ്റും പഠിക്കണം എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. സോ ഇത്രയുമാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോ എല്ലാവരും ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് ബ്ലോക്ക് 1, ബ്ലോക്ക് 3 അതുപോലെ തന്നെ എന്താ പറയുക കോംപ്ലക്സ് അനാലിസിസ് ഇതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നോക്കുക. പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക യൂസിങ് ദ ടൈം ലിമിറ്റ്. ഇപ്പൊ ഇതിൽ 2 hours പറയുന്ന 50 മാർക്സിന്റെ പേപ്പറാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 50 മാർക്സിന്റെ പേപ്പറിന് 2 hours എക്സാം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടൈം ലിമിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ഓരോ സെക്ഷൻ വൈസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ പ്രയോറിറ്റി അനുസരിച്ച് ഈവൻ സെക്ഷൻ വൈസ് ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ വൈസ് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. അല്ല ക്വസ്റ്റ്യൻ വൈസ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വൈസ് നിങ്ങളുടെ മാർക്സിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ടൈം നല്ലപോലെ ലിമിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം.
അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആവും, അത്യാവശ്യം നല്ല പഠിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ആവും. അപ്പോ ഈ വരുന്ന ജൂൺ 2025 മാത്തമാറ്റിക്കൽ ഫിസിക്സ് എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ഫ്രം ദി ലേൺവൈസ് ടീം ഒരു ഓൾ ദ ബെസ്റ്റ് പറയും. സോ താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ബൈ ഗൈസ്.